ആരാണ് വ്യക്തി എന്ന് ചോദിച്ചാല് കോഴിക്കോടുള്ള ഒരു റജീന ഇടക്കിടക്ക് മൂപ്പര് പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ലസാമൊന്നുമല്ല, ഞാൻ കുഞ്ഞാലിക്കുട്ടിയായിട്ട് എന്തോ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, പൈസ എന്നപ്പോ മാറ്റിയതാണ് എന്ന് പറയും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് പറയും പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളതിന് ബന്ധം ഉണ്ടായിട്ടില്ല, അത് തെറ്റായിരുന്നു. പിന്നെ വേറെ ആൾക്കാർ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞാണ്, ഞാനത് തിരുത്തിയിട്ടുണ്ട്, എനിക്കാളെ പരിചയമില്ല എന്ന് പറയും. അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും റജീന ഇറങ്ങും. എന്നിട്ട് പറയില്ല, എനിക്ക് അതിന് കൂടുതൽ പൈസ കിട്ടിയപ്പോൾ ഞാൻ മാറ്റിയതാണ്. അനീഫ കായക്കൊടിയും അനസും അബ്ദുറഹ്മാൻ സലഫിയും റജീനയും ആ റോഷനും കൂട്ടിയിട്ടൊന്ന് ബലസിയാലിപ്പോ നല്ല കവറേജ് കിട്ടും നിങ്ങൾക്ക്. എന്റെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ്, ഇസ്ലാഹി കേരളത്തിന്റെ പ്രതിനിധികളായി ഖുറാഫികളോട് സംവദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന അനസ് മൗലവിയും അല്ലെങ്കിൽ അനസ് മുസ്ലിയാരും ഹനീഫയും ഞങ്ങൾക്ക് ശിർക്കിനെ പറ്റി അറിയുമായിരുന്നില്ല. ഞങ്ങള് പേരോട് സക്കാഫിയോട് മറ്റുമൊക്കെ സംവദിക്കാൻ പോയിരുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദിനെ പറ്റി ഒരാൾക്കുണ്ടായിരിക്കേണ്ട പ്രാഥമിക അറിവില്ലാതെയായിരുന്നു എന്ന് ഇടവണ്ണയിൽ വെച്ച് വിളിച്ചു കൂവിയതായി അറിയാൻ പറ്റും. വളരെ വിഷമമാണത് കേട്ടപ്പോൾ ഉണ്ടായത്. പക്ഷേ വിഷമമല്ല, അതൊരു യാഥാർത്ഥ്യം.